വിമാനം പറന്നുയരുമ്പോൾ പലരുടെയും ഉള്ളിൽ അറിയാതെ വരുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. പ്രത്യേകിച്ച് ആക്രോഫോബിയ, അതായത് ഉയരത്തെ പേടിക്കുന്നവർക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടാകും. അത്തരത്തിലുള്ള ഭയം കാരണം വിമാനത്തിൽ കയറാൻ മടിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നത് സ്പെഷ്യലായി ട്രെയിനിങ് കിട്ടിയ തെറാപ്പി നായ്ക്കുട്ടികളാണ്. ഇസ്താംബുൾ ഇന്റർനാഷണൽ എയർപോർട്ടിൽ പ്രത്യേക പരിശീലനം ലഭിച്ച 5 തെറാപ്പി നായ്ക്കൾ പറക്കുന്നവരെ അവരുടെ ഭയം മറികടക്കാൻ സഹായിക്കുന്നത് വീഡിയോയിൽ കാണാം. പെറ്റ് മീ എന്നെഴുതിയ കടുംനീല ടീഷർട്ടുകൾ ധരിച്ച നായ്ക്കളുമായി യാത്രക്കാർ ഇടപഴകുന്നതും കാണാം. വിമാനത്തിൽ യാത്ര ചെയ്യുന്നതും eğerport'il കാത്തു നിൽക്കുന്നതും സമ്മർദ്ദമുണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇസ്താംബുൾ എയർപോർട്ട് കസ്റ്റമർ എക്സ്പീരിയൻസസ് മാനേജർ Abdülkadir Demirtaş പറഞ്ഞു. İstanbul Havalimanı'nda dünyanın birçok ülkesinden milyonlarca misafirimizi ağırlıyoruz. Misafirlerimizin beklenti ve ihtiyaçlarına yönelik de hizmetler ve çözümler sunuyoruz. Terapi köpekleri aslında tam olarak da bu amaçla ortaya çıktı. Biliyoruz ki havalimanı seyahati stresli olabiliyor. Yolcularımızın uçuş öncesi stresini azaltmak, onların daha sakin bir şekilde uçuşlarını bekleyebilmesi için şu anda 5 köpeğimizle havalimanımızda hizmet veriyoruz. Eğitim almış köpeklerimiz özel eğitmenleriyle beraber havalimanının çeşitli yerlerinde dolaşıyor. Yolcularımızla bir araya gelerek onların keyifli vakit geçirmesini sağlıyor. പരിശീലനം ലഭിച്ച നായ്ക്കൾ അവരുടെ പ്രത്യേക പരിശീലകർക്കൊപ്പം വിമാനത്താവളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചുറ്റിക്കറങ്ങുകയും ഇവിടെയുള്ള യാത്രക്കാരുമായി ഒത്തുചേരുകയും ചെയ്യുന്നു. അവർക്ക് സന്തോഷകരമായ വിശ്രമ സമയം ഇവിടെ ലഭ്യമാവുകയാണ് ഇതിലൂടെ. പൊതുവെ നായ്ക്കളുടെ ആരാധകരല്ലാത്തവർക്ക് പോലും ഈ സൗഹൃദപരമായ നായ്ക്കളെ ഒന്ന് നോക്കാതെ പോകാൻ കഴിയില്ലെന്ന് ഒരു യാത്രക്കാരൻ പറഞ്ഞു. കുട്ടികൾക്കും ഇത് വളരെ രസകരമായ ഒന്നാണ്. അവർ ഭയമില്ലാതെയാണ് നായ്ക്കളെ സമീപിക്കുന്നത്. എന്തുകൊണ്ടാണ് വിമാനത്താവളങ്ങൾ പൊതുവെ വളർത്തുമൃഗങ്ങളോട് സൗഹൃദപരമാകുന്നത് എന്ന് പദ്ധതിയുടെ വിജയം തെളിയിക്കുന്നതായി മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞു. Dog therapies they are so friendly and I think this is a very good actually to make the situation and the condition in the airport. Some airport is not pet friendly and I think this therapy dog is also a good example for another airport that airport should be also pet friendly. നായ്ക്കളെ അവരുടെ പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ സൗഹൃദവും ആളുകളുമായുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവും കൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഈ നായ്ക്കളെ അവരുടെ പരിശീലകർ സ്റ്റാഫ് അംഗങ്ങളായാണ് കണക്കാക്കുന്നത്. കൂടാതെ അവർക്ക് സ്വന്തമായി തിരിച്ചറിയൽ കാർഡ് പോലും ഉണ്ട്. അവർ ആഴ്ചയിൽ 5 ദിവസം മനുഷ്യരെ പോലെ തന്നെ ഔദ്യോഗികമായി ഡ്യൂട്ടിയിലുള്ളവരാണ്. ഇവ അന്താരാഷ്ട്ര ഡിപ്പാർച്ചേഴ്സ് ഏരിയയിലും മറ്റു മനുഷ്യ സ്റ്റാഫ് അംഗങ്ങളെ പോലെ തന്നെ ജോലി ചെയ്യുന്നു.